അസ്സലാമു നമ്മൾ വീണ്ടും നമ്മുടെ സർഗവസന്തത്തിന്റെ അവസാന ഫോട്ടോ ഫിനിഷിംഗ് സ്റ്റേജിലാണുള്ളത്. ഇവിടെ ഫലപ്രഖ്യാപനം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വെന്യൂയിലാണ് ഇതിന്റെ ഫലപ്രഖ്യാപനം അവസാനമായി ഈ ഒരു ഘട്ടത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. 6 മദ്രസകൾ വളരെ വാശിയേറിയ മത്സരം കാഴ്ചവെച്ച തളിപ്പറമ്പ് കോംപ്ലക്സ് സർഗവസന്തത്തിന്റെ അവസാന നിമിഷങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാം. ഫൈനൽ സ്കോർ ബോർഡ് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഏകദേശം നമ്മുടെ ഫലപ്രഖ്യാപനത്തിന്റെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. മുൻകാലത്തെ പോലെ തന്നെ തളിപ്പറമ്പാണ് മാഷാ അല്ലാഹ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. 510 പോയിന്റാണ് തളിപ്പറമ്പ്. 413 പോയിന്റുമായി കുറുമാത്തൂർ തൊട്ടു പിന്നിലുണ്ട്. ചുഴലി 333, 331 ചെങ്ങളായി എന്നുള്ള നിലക്ക് ചുഴലി തേർഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഫൈനൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. തൊട്ടുതാഴെ പൂവം, ചെറുപുഴ തുടങ്ങിയ മദ്രസകളുമുണ്ട്. നമ്മുടെ സമ്മാനദാനം അല്ലെങ്കിൽ ഓവറോൾ ചാമ്പ്യൻസ് ആരാണെന്ന് പ്രഖ്യാപിക്കുന്ന ചടങ്ങിലേക്കാണ് നാം നീങ്ങുന്നത്. നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ അവസാനിച്ചു. നമ്മുടെ പുറത്തുള്ള വെന്യൂ വേദി 4-ലാണ് പ്രഖ്യാപനം നടക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ ഏത് മദ്രസയാണ് ആത്യന്തികമായി ഈ ഒരു സർഗവസന്തത്തിന്റെ തളിപ്പറമ്പ് കോംപ്ലക്സ് ഓവറോൾ ചാമ്പ്യൻസ് എന്ന് പ്രഖ്യാപിക്കപ്പെടും. ഇൻഷാ അല്ലാഹ് ആ ഒരു ചടങ്ങിലേക്ക് നമുക്ക് നീങ്ങാം. നമ്മുടെ ഫലപ്രഖ്യാപനം കഴിഞ്ഞിരിക്കുകയാണ്. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സെക്കൻഡ് നേടിക്കൊണ്ട് നമ്മുടെ കുറുമാത്തൂർ മദ്രസ കുട്ടികളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഏറ്റവും നല്ല സന്തോഷത്തിലാണ് അവരുള്ളത്. എല്ലാ ദിവസവും കൂടുതൽ സമയം ഒരുപക്ഷെ നമ്മുടെ മദ്രസയിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടായിട്ടുള്ള ഇബ്രാഹിം സാറ് സെക്കൻഡ് കിട്ടിയല്ലേ മാഷാ അല്ലാഹ്. 6 മദ്രസകൾക്കിടയിലാണ് സെക്കൻഡ് നേടിയിരിക്കുന്നത്. വലിയ കാര്യമാണ്. എങ്ങനെ സന്തോഷമുണ്ടോ? മാഷാ അല്ലാഹ്. എന്റെ പേരെന്താ? ഫഹദ്. എല്ലാവരും ഉഷാറല്ലേ? അടുത്ത പ്രാവശ്യം ഈ സെക്കൻഡ് മാറി ഫസ്റ്റിലേക്ക് എത്താനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടിയാണ് ഇവരിടുന്ന് പിരിയുന്നത്. ഏറ്റവും സന്തോഷത്തിലാണ് തളിപ്പറമ്പിനെ. എന്തായാലും കുട്ടികളെ സജ്ജമാക്കുന്നതിൽ വലിയൊരു നേതൃ പദവി വഹിച്ച മുജീബ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. മുജീബ് സാർ സംസാരിക്കും. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 3 വർഷം മുമ്പ് നമ്മളായിരുന്നു വിന്നർ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുപാട് പുറകോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഈ ഫസ്റ്റ് വാങ്ങിക്കാമെന്നുള്ള ഒരു ട്രോഫി കൊണ്ടുപോകുന്നുള്ള ഉദ്ദേശം നമ്മൾ വന്നത്. എങ്കിലും നമുക്ക് ചെറിയ പോയിന്റിൽ വ്യത്യാസം നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും സെക്കൻഡ് നമ്മൾ വളരെ അഭിമാനപൂർവ്വം നമ്മൾ തീർച്ചയായിട്ടും ഉണ്ട്. അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് നമുക്ക് ഫസ്റ്റിലേക്ക് എത്തുന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് നമ്മളുള്ളത്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. അടുത്ത പ്രാവശ്യം ഫസ്റ്റിലേക്കുള്ള യാത്രയിലാണ് കുറുമാത്തൂർ. ഇനി നമ്മോടൊപ്പം ചേരുന്നത് ഈ ഒരു സർഗവസന്തം തളിപ്പറമ്പ് കോംപ്ലക്സിലെ വിന്നേഴ്സിലേക്കാണ്, ഓവറോൾ ചാമ്പ്യൻസിലേക്കാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട്? മാഷാ അല്ലാഹ്, ഏറ്റവും നല്ല ഒരു ആഘോഷത്തിന്റെ ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. നമ്മളോടൊപ്പം പ്രതികരിക്കാൻ തയ്യാറല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ? മാഷാ അല്ലാഹ്, ഉഷാറാക്കിയില്ലല്ലേ? എങ്ങനെ ഒത്തുപിടിച്ചപ്പോ അങ്ങോട്ട് പോകുന്നല്ലേ? മാഷാ അല്ലാഹ്. പിന്നെ ഇതിൽ ഫസ്റ്റ് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? മാഷാ അല്ലാഹ്, മാത്രമല്ല മാഷാ അല്ലാഹ് നമുക്ക് കാണാൻ സ്ക്രീനിൽ ക്യാമറ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രോഫി എങ്ങനെയുണ്ട് പരിപാടി? ഉഷാറാക്കിയോ? നമ്മോടൊപ്പം ചേരുകയാണ്. ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം. 6ഓളം മദ്രസകൾ പങ്കെടുത്ത സർഗവസന്തം കോംപ്ലക്സ് തളിപ്പറമ്പ് കോംപ്ലക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായിരിക്കും. സദൃശ എന്ത് പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 3ാമത്തെ തവണയാണ് തുടർച്ചയായി ഇതേ ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ട്രോഫി വാങ്ങാനുള്ള അവസരം തുടർച്ചയായി ഉണ്ടാകുന്നു. അതിൻ്റെ മുമ്പും അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 തവണയും കുട്ടികൾ സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ട്രോഫി വാങ്ങി ആ ഒരു ആവേശം കാണിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് സംസ്ഥാന തലം വരെ കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ നമ്മൾ ജില്ലാ തലത്തിൽ തളിപ്പറമ്പ് മണ്ഡലമാണ് ഫസ്റ്റ് വാങ്ങിയത്. അപ്പോൾ മണ്ഡലത്തിന് ഏറ്റവും കൂടുതൽ പോയിന്റ് സമ്മാനിച്ചത് നമ്മുടെ ഈ മദ്രസയാണ്. അത് കഴിഞ്ഞ് സംസ്ഥാന തലത്തിൽ നമ്മുടെ ജില്ലക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അവിടെ തന്നെ ഒരു മദ്രസ തലത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തളിപ്പറമ്പ് മദ്രസയാണ് കണ്ണൂർ ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിക്കൊടുത്തത്. ഇന്നും തന്നെ ഏകദേശം
എനിക്ക് തോന്നുന്ന 100ന്റെ അടുത്ത് പോയിന്റ് വാങ്ങിയിട്ടാണ് നമ്മുടെ കുട്ടികൾ 418 510 അഥവാ ഒരു 92 പോയിന്റ് അധികം വാങ്ങിയിട്ടാണ് ഞങ്ങൾ ട്രോഫി നേടിയെന്നുള്ള സന്തോഷമുണ്ട്. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈറൻ. അതോടൊപ്പം നമ്മളിവിടെ ചേരുന്നത് സലാം സാറാണ്. സലാം സാർ മുന്നോട്ട് വരണം. ഈ ഒരു കോംപ്ലക്സ് തലത്തിൽ തന്നെ വലിയൊരു പങ്ക് വഹിച്ചെങ്കിൽ കൂടുതൽ നമ്മുടെ തളിപ്പറമ്പ് മദ്രസയിലുള്ള ഒരു എന്താ പറയാ ഓൾ ഇൻ ഓൾ ആയ സലാം മാഷ് നമ്മളോട് പ്രതികരിക്കുകയാണ്. എങ്ങനെ സലാം മാഷ് ഈ ഒരു നമ്മുടെ എഫേർട്ടിന് കിട്ടിയ ഒരു റിസൾട്ട് എല്ലാവരുടെയും മുമ്പിൽ കിട്ടുമ്പോൾ എങ്ങനെയുണ്ട്? മാഷാ അല്ലാഹ്, കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ്. ഇവിടെ എന്താ പറയാ, കുട്ടികളെ തയ്യാറാക്കുന്ന കാര്യത്തിൽ ടീച്ചേഴ്സ് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വളണ്ടിയേഴ്സ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് ഏറ്റവും നന്നായി വളണ്ടിയേഴ്സായി അവർക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുത്ത കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ട്. അവരുമായാണ് നമ്മളിപ്പോൾ ചേരുന്നത്. നിങ്ങളുടെ റിസൾട്ട് അതിന് ലീഡറായിട്ട് നമ്മുടെ റഷീദ് എല്ലാ ഏരിയയിലും ഓടിയെത്തിക്കൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും വെന്യൂവിന്റെ കാര്യത്തിലായാലും ഒക്കെ ഇടപെട്ട ഒരാളെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. റഷീദ്, എന്താണ് ഈ ഒരു അനുഭവം? നല്ലൊരു അനുഭവം തന്നെയാണ്. നമ്മുടെ കൂടെ എല്ലാ വളണ്ടിയേഴ്സും നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലായാലും നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു ഫുഡാണ്. അതായത് സൽക്കാരത്തിൽ തളിപ്പറമ്പാറ എന്നും മുൻപന്തിയിലാണ് മറ്റുള്ളവരെ സൽക്കരിക്കാൻ. ഫുഡ് ക്വാളിറ്റിയിലും അതുപോലെ അത് നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റിൻ്റെ കാര്യത്തിലും ഡിസ്പോസിബിൾ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ നല്ലൊരു അനുഭവമാണ് ഈ സർവസനത്തിൽ കഴിഞ്ഞു പോയത്. ഈ ഒരു സമയത്ത് സ്വന്തം മദ്രസയ്ക്ക് അല്ലെങ്കിൽ തളിപ്പറമ്പിൽ കിട്ടുമ്പോൾ സന്തോഷമുണ്ടല്ലേ? സന്തോഷം, വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇനി ജില്ലയിലും 1ാം സ്ഥാനത്തൊക്കെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. അതോടൊപ്പം നമ്മളോട് ചേരുന്ന മറ്റു വളണ്ടിയേഴ്സ് ആണ്. ശരി, റാസി ഏത് ഏരിയയിലാണ് ഉണ്ടായിരുന്നത്? വെന്യൂലാണോ? സ്റ്റേജ് 4. അവിടെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ എങ്ങനെ? അടിപൊളി, മാഷാ അല്ലാഹ്. പിന്നെ വേറെ ഏതൊക്കെ എല്ലാ മേഖലയിലും ഇവർ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് മേഖലയിൽ വർക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്നാലും പേര് ഈശാൻ, എന്താണ് എങ്ങനെയുണ്ട് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ മൊത്തം? അടിപൊളിയാണ്. ഒരു അടിപൊളിയിൽ ഒതുക്കാതെ വിശദീകരിച്ച് പറയൂ. പിന്നെ ഓക്കെ, അങ്ങനെ സർഗവസന്തം തളിപ്പറമ്പ് കോംപ്ലക്സിന്റെ ഓവറോൾ ചാമ്പ്യന്മാരായി തളിപ്പറമ്പ് സലഫി മദ്രസ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് പിറകെ കാണാം നമ്മുടെ കുട്ടികൾ അഹോരാത്രം പ്രയത്നിച്ച് അവർ ഓരോ വിഷയങ്ങളിലും ഓരോ പ്രോഗ്രാമുകളിലും ഫസ്റ്റും എ ഗ്രേഡും നേടിക്കൊണ്ട് അവർ ഈ ഒരു ഓവറോൾ ചാമ്പ്യന്മാരായി മാറിയിരിക്കുകയാണ്. നമുക്ക് വീഡിയോ അവരിലേക്ക് പോകാം. അവരോടൊപ്പം നമ്മൾ ചേരുകയാണ്. ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.